ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ബൊളിവാർഡ് സിറ്റിയിലേക്കാണ്. അസീസിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് ബൊളിവാർഡ് സിറ്റിയിലേക്ക്. വളരെ നല്ല റോഡുകളാണ് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ ക്വാളിറ്റിയുള്ള ഒരു കൺസ്ട്രക്ഷൻ തന്നെ കാണാൻ സാധിക്കുന്നു. അണ്ടർ പാസേജൊക്കെ അതിമനോഹരം. അതിൻ്റെ ലൈറ്റിംഗ് ആയാലും ക്ലീൻ നീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി തോന്നിക്കുന്ന തരത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സർക്കാർ ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ റോഡുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് സെറ്റിങ്സൊക്കെ കണ്ടാൽ നമുക്ക് വളരെ വളരെ ബ്യൂട്ടിഫുള്ളായി തന്നെ തോന്നും. ഇങ്ങനെ വളരെ ക്വാളിറ്റിയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അത് അവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി എടുത്തറിയാൻ സാധിക്കും. ഓരോ ബ്രിഡ്ജും എന്ത് ഭംഗിയോടെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബൊളിവാർഡ് സിറ്റിയുടെ പാർക്കിങ്ങിലെത്തി. വളരെ വലിയ പാർക്കിങ്ങാണ്. ഒരുപാട് സെക്യൂരിറ്റി സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. ഇന്നെന്തോ സ്പെഷ്യൽ ഇവൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്രമാത്രം പോലീസ് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അവിടെ. കുഴപ്പമില്ലാത്ത തിരക്കായിരുന്നു. അത്ര തിരക്കെന്ന് പറയാനും ഇല്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ബൊളിവാർഡ് സിറ്റിയിലേക്ക് നടന്നു. ഒരുപാട് വഴിയോര കച്ചവടങ്ങളും അവിടെ കാണാൻ സാധിച്ചു. ദൂരെ നിന്ന് ഈ ബൊളിവാർഡ് സിറ്റി കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് നമ്മൾക്ക് ആദ്യം ഈ സിറ്റി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയ വാട്ടർ ഫൗണ്ടൈനുകൾ, പ്രത്യേക ലൈറ്റിൽ അതിങ്ങനെ തുള്ളിച്ചാടുന്ന കാണാൻ വളരെ മനോഹരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഗാർഡനിങ് ഏരിയകളും പ്രകൃതിയോട് ഇണങ്ങി ഫുഡ് കഴിക്കാമെന്നുള്ള പ്രത്യേക റെസ്റ്റോറൻറ്റുകളും അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇവിടെ ക്ലീൻ ആൻഡ് നീറ്റാണ് എല്ലായിടവും. ഓരോ സ്ഥലവും വളരെ മനോഹരമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു വാട്ടർ ഫൗണ്ടൈനുണ്ട്, വളരെ മനോഹരം. വളരെ വ്യത്യസ്തമായ ലൈറ്റുകളിൽ വ്യത്യസ്തമായ മ്യൂസിക്കിൽ അത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ ആനന്ദം തോന്നും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അത്ര മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് അവിടെ വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. നാളെ ഒരു ഇൻ്റർനാഷണൽ മാച്ച് നടക്കുന്നുണ്ട് ബോക്സിങ്ങിൻ്റെ. ഇന്ന് അവർ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബോക്സിംഗ് ചാമ്പ്യന്മാർ സൗദി അറേബ്യയിലേക്ക് ഇന്ന് വരുന്നുണ്ട്. ഇങ്ങനെ അത് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് സെക്യൂരിറ്റിയും ഒരുപാട് വിദേശികളും ഇടിച്ച് തിങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഇൻ്റർനാഷണൽ മത്സരം തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. വളരെ ആവേശത്തോടെയാണ് ജനങ്ങൾ അവരെ സ്വീകരിച്ചത്. അവരുടെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു. വളരെ വലിയൊരു വെൽക്കമായിരുന്നു അവർക്ക് അവിടെ ഉള്ളവർ കൊടുത്തത്. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. WWE എങ്ങനെ അനൗൺസ് ചെയ്യുന്നു അതുപോലെ തന്നെയായിരുന്നു ഓരോ പേരും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തത്. നാളെ നടക്കാൻ പോകുന്ന മാച്ചിന് മുമ്പായിട്ടുള്ള ഒരു ചെറിയ ഇവൻറ്റ് പോലെയാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ആൾക്കാർ ആർത്ത് വിളിക്കുകയായിരുന്നു. സൗദി അറേബ്യയിൽ പണ്ടത്തെ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിച്ചു. അവിടെ നിൽക്കുന്ന യൂറോപ്യൻസിൻ്റെ ഡ്രസ്സിങ് ആയാൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നു സൗദി അറേബ്യയിൽ. പണ്ടത്തെ സൗദി അറേബ്യ നമുക്ക് പറയാൻ കഴിയുക പോലുമില്ല. അത്രയധികം മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് ഓരോ പരിപാടികളും. ഈ ബൊളിവാർഡ് സിറ്റി തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരു വാം വെൽക്കമാണ് ആ ബോക്സേഴ്സിന് ഈ സൗദി അറേബ്യ ഒരുക്കിയിരിക്കുന്നത്. വളരെ നല്ല മ്യൂസിക്കും വളരെ ജനങ്ങൾ ആർത്ത് വിളിച്ചാണ് ഓരോരുത്തരെയും സ്വീകരിച്ചത്. നാളെ വളരെ വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇൻ്റർനാഷണൽ മീഡിയ എല്ലാം അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു അവിടെ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചത്. അത്രയ്ക്ക് മനോഹരമായ എൻട്രി ആയിരുന്നു അവരുടേത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മീഡിയ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. വളരെ വലിയ സെറ്റിങ്സ് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ആ ബോക്സർക്ക് കിട്ടിയ ഓരോ ചാമ്പ്യൻഷിപ്പിലെ ബെൽറ്റ് ഓരോരുത്തരും പുള്ളിയുടെ ബാക്കിലായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. വളരെ വലിയൊരു വെൽക്കമാണ് കിട്ടിയത്. അതൊന്ന് യൂറോപ്യൻസ് തിങ്ങി നിറഞ്ഞിരുന്നു ഈ പരിപാടി കാണാൻ. അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു ഈ പരിപാടിയുടെ ഈ വെൽക്കം പരിപാടി കാണാൻ. നാളെയാണ് ഇതിൻ്റെ ബോക്സിംഗ് തുടങ്ങുന്നത്. നാളെ വളരെ വലിയ ഒരു തിരക്കായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത്. ഇന്ന് തന്നെ അതിൻ്റെ അലയലുകൾ എല്ലായിടവും അടിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെ അവിടുത്തെ സെക്യൂരിറ്റി. ഇവർക്ക് 1 സെക്യൂരിറ്റിയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കിങ്ങിൻ്റെ അടുത്ത റിലേറ്റീവ്സ് ഇവിടെ പങ്കെടുക്കാൻ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് വലിയ സെക്യൂരിറ്റി ഇവിടെ ഉണ്ടായിരുന്നു.
ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ താരമാണ് വരുന്നത്. പിന്നെ വളരെ വലിയൊരു വെൽക്കമാണ് അദ്ദേഹത്തിന് എല്ലാവരും ഒരുക്കി കൊടുത്തത്. അവരുടെ രാജ്യക്കാർ ഒരുപാട് ആർത്ത് വിളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അത്ര സെക്യൂരിറ്റിയും അത്ര മനോഹരമായിരുന്നു അവരുടെ എൻട്രി. ബോക്സേഴ്സിന് ഇങ്ങനെ ഒരു എൻട്രി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുകയാണ്. അതുപോലെ അവരുടെ അനൗൺസ്മെൻറ്റും എല്ലാം വളരെ മനോഹരമായിരുന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ഇന്ന് പോയത് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ആ സംഘാടകർക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാരെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ അവർക്ക് മാക്സിമം സാധിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം കൊണ്ട്. നാളത്തെ ഒരു ഇവൻറ്റ് ഇന്ന് അവർ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഈ ഒരു എൻട്രി കണ്ടവർക്ക് നാളത്തെ മാച്ച് കാണാൻ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അത്രയും സെറ്റപ്പിലാണ് ഓരോരുത്തരെയും എൻട്രി ചെയ്തതും ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും എല്ലാം അടിപൊളിയായിട്ടായിരുന്നു എല്ലാം ചെയ്തത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ബോക്സേഴ്സിനെ ഇങ്ങനെ കാണുന്നത്. വളരെ സന്തോഷമുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ സാധിച്ചത്. അതും ബോളിവുഡ് സിറ്റിയിൽ ഇങ്ങനൊരു കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത്രയും പോലീസൊക്കെ പുറത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു എന്തോ ഒരു ഇവൻ്റ് ഉണ്ട്. ബട്ട് ഇത് വളരെ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ അതിമനോഹരമായ അടുത്ത കാഴ്ചകളിലേക്ക് കടന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഗെയിമിംഗ് സെക്ഷനും അവരുടെ ഓരോ ഗെയിമിംഗ് ഏരിയകളും വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയകളാണ് കാണാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരിക്കും ഇവിടെ എന്നുള്ളത് ഷുവറാണ്. ഇങ്ങനെ കുട്ടികളുടെ ചില ഗെയിമിംഗ് ഏരിയയ്ക്ക് ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഗെയിമിംഗ് സെക്ഷൻസൊക്കെ കണ്ടു. ഫണ്ടൂറയിലേക്കുള്ള അതിൻ്റെ ചെറിയ വെറൈറ്റികൾ ഇവിടെ കാണാൻ സാധിച്ചു. താരതമ്യേന കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിലെ അപേക്ഷിച്ച്. അങ്ങനെ ഞങ്ങൾ പതുക്കെ വീണ്ടും ഇറങ്ങി പുറത്തേക്ക് നടന്നു. ഒരുപാട് നല്ല കാഴ്ചകളും നല്ല സ്പെഷ്യൽ വ്യൂസും ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി രാജ്യക്കാരും പിന്നെ ബോക്സിങ് കിക്കിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ അതിനകത്തൊന്ന് ട്രൈ ചെയ്തു. അതിനകത്ത് 1000 പവറിൽ ഇടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് 1000 റിയാൽ കിട്ടും. ബട്ട് എനിക്ക് തോന്നുന്നു അത്രയും ആർക്കും സാധിക്കില്ലെന്ന്. ഞാൻ അത് കിക്ക് ചെയ്ത് നോക്കിയിട്ട് മാക്സിമം 645 വരെയൊക്കെ വന്നുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ റെയിൻ പോലത്തെ ഒരുപാട് സെറ്റപ്പുകളും വളരെ മനോഹരമായി തന്നെയാണ് അവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോളിവുഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പ്രത്യേക ഏരിയ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒരു VVIPകൾ വന്ന് അവിടെ കൈപതിച്ച പാടുകൾ, ഇതൊരോ വലിയ കലാകാരന്മാരും സാഹിത്യകാരന്മാരെല്ലാം കൈവിരലിൻ്റെ പാടുകളാണ്. എല്ലാം അവിടെ അവരുടെ പേരും അവരുടെ ഡീറ്റെയിൽസും എല്ലാം എഴുതി വെച്ചേപ്പുണ്ട് അവിടെ. അങ്ങനെ 2 വാളിലായിട്ട് ഒരുപാട് കൈപ്പത്തിയുടെ ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസുകളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുന്നത്. അതിനകത്തേക്ക് മോനുള്ളതുകൊണ്ട് എനിക്ക് കയറാൻ സാധിച്ചില്ല. മോന് പേടിയാണ് ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ. പക്ഷെ വളരെ മനോഹരമായി തന്നെയാണ് അതിൻ്റെ ഔട്ട്സൈഡൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടാൽ തന്നെ അതിൻ്റെ ഉള്ളിലെ ഭീതി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഗെയിമിംഗ് സെക്ഷനുകളും ഫുഡ് ഏരിയകളും എല്ലാം ഉണ്ട്. അത് വെറൈറ്റി ഗെയിമിംഗ് സെക്ഷൻസ്. അതുപോലെ തന്നെ പ്രത്യേക ഒരു പ്ലേ ഏരിയ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്ലേ ലാൻഡ് എന്ന് പറഞ്ഞ അടിപൊളി വേറൊരു സെക്ഷനുണ്ട്. വളരെ അഡ്വഞ്ചറായിട്ടുള്ള റൈഡുകളാണ് അവിടെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. അതുപോലെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അഡ്വഞ്ചറായിട്ടുള്ള ഒരുപാട് റൈഡുകൾ എനിക്കവിടെ കാണാൻ സാധിച്ചു. എന്ന് വെച്ചാൽ വളരെ വീഗാലാൻഡിലെയൊക്കെ ഡബിൾ അഡ്വഞ്ചറായിട്ടുള്ള ഐറ്റങ്ങളും എനിക്കവിടെ കാണാൻ സാധിച്ചു. സൗദിയിൽ ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാ രാജ്യക്കാരും ഇവിടെയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ലിംഗ് ഷോട്ടിൻ്റെ ഒരു റൈഡാണിത്. വളരെ പേടി തോന്നും. ഇത് അത്ര ഹൈറ്റിലേക്ക് നമ്മൾ എടുത്തെറിയുകയാണ് ഈ ഒരു റൈഡ് ചെയ്യുന്നത്. സ്ലിംഗ് ഷോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല താഴെ വരെ വലിച്ചു കൊണ്ടുവന്നിട്ടൊരു വിടലാണ്. വളരെ ഹൈറ്റിലോട്ടൊരു പോക്കാണ്. കണ്ടാൽ പേടിയാകും. അത്രമാത്രം ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കും ഇത്, അത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്കും എഫക്റ്റിലാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അഡ്വഞ്ചർ റൈഡുകൾ ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ലക്കി സ്റ്റാളുകൾ നമ്മളിപ്പോൾ പിന്നെ
ഈ ബോൾ കൊണ്ട് ഗ്ലാസ് എറിഞ്ഞെടുക്കുക, ആ കളികളൊക്കെ ഇല്ല. അതുപോലെ ഒരു വെറൈറ്റി കളികൾ, ഇങ്ങനെ കുട്ടികൾക്കുള്ള ഒരുപാട് ഗെയിമിംഗ് സെക്ഷനുകൾ. പക്ഷേ ക്യാഷ് കുറച്ച് കൂടുതലാണ് നാട്ടിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേയിങ് ഏരിയ തന്നെയായിരുന്നു അത്. അഡ്വഞ്ചർ റൈഡ് ഒരുപാടുണ്ടായിരുന്നു അവിടെ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നോർമൽ റൈഡുകളും ലക്കി ഗെയിംസും, നല്ല ഒരു വെറൈറ്റി ഏരിയ ആയിരുന്നു ഇത്. ഞാൻ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അത്രമാത്രം ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് കുട്ടികൾക്കും കളിക്കാൻ ഒരുപാട് റൈഡുകളും എല്ലാം ഉണ്ട്. ബട്ട് ക്യാഷ് കയ്യിൽ വേണം. നല്ലൊരു തുക ഇവിടെ ചിലവാക്കാൻ തുടങ്ങിയ. ജസ്റ്റ് കണ്ടിട്ട് പോകാനാണെങ്കിൽ ഓക്കെ, പക്ഷേ ചിലവാക്കാൻ തുടങ്ങിയാൽ നല്ലൊരു എമൗണ്ട് ചിലവാകും എന്നുള്ള കാര്യം ഷുവറാണ്. ഓരോ റൈഡിനും 20 റിയാലിൽ കൂടുതൽ വരുന്നുണ്ട്. പിന്നെ സ്ലിംഗ് ഷോട്ട് അങ്ങനെയുള്ള റൈഡുകൾക്കൊക്കെ 75-100 ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലക്കി ഡ്രോ പോലത്തുള്ള ഒരുപാട് ഗെയിമിംഗ് സെക്ഷൻ അല്ലാതെയുള്ളതുണ്ട്, അതിനും നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ക്യാഷ് ഇവിടെ പോയാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ആ ബോക്സിംഗ് കിക്കിൽ തന്നെ ഒരു പ്രാവശ്യം ഇടിച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആവേശം കൂടി ഇടിക്കാൻ. അങ്ങനെ ഒരുപാട് പേരെ കുറേ പൈസ പോകുന്നത് കണ്ടു. മലയാളികളും ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൽ ആരും വിന്നാകുന്നത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.